ഹലോ ഗായ്സ്, A2 സ്പോർട്സ് ഡിസ്കഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഫുട്ബോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് 5 സ്ട്രൈക്കർമാരെ കുറിച്ചാണ്. ആദ്യത്തേത് സ്പോർട്ടിംഗ് ലിസ്ബൺ പ്ലെയറായ വിക്ടർ യോക്രസ് ആണ്. അദ്ദേഹം ഈ സീസണിൽ 37 മത്സരങ്ങളിൽ നിന്നായി 40 ഗോളും 8 അസിസ്റ്റും നേടിയിരിക്കുന്നു. അദ്ദേഹത്തിന് മേൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്ലബ്ബുകൾ ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, ബയൺ, ചെൽസി, മാൻചെസ്റ്റർ യുണൈറ്റഡ്. അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് എന്നത് 80 to 90 മില്യൺ ആണ്. ഈ വലിയ തുക അദ്ദേഹത്തിന് ചെലവാക്കുന്നത് ഏതൊരു ക്ലബിനും നഷ്ടമുണ്ടാവില്ല. അത്രയും ഫിക്സഡ് ആയിട്ടുള്ള 20+ ഗോൾ അദ്ദേഹം എന്തായാലും ഫിക്സഡ് ആയിട്ട് ആ ക്ലബിന് തന്നിരിക്കും. രണ്ടാമത്തേത് വിക്ടർ ഒസിമാൻ ആണ്. അദ്ദേഹം ഈ സീസണിൽ 30 മത്സരങ്ങളിൽ നിന്നായി 26 ഗോളും 5 അസിസ്റ്റും നേടിയിരിക്കുന്നു. ചെൽസിയുടെ റഡാറിലുള്ള ഒരു പ്ലെയറാണ് വിക്ടർ ഒസിമാൻ. ചെൽസി കഴിഞ്ഞ 2 സീസണിലായി ഇദ്ദേഹത്തിന്റെ പിറകെ തന്നെയുണ്ട്. ചെൽസിയുടെ ദീർഘകാല സ്ട്രൈക്കർ എന്ന നിലയിൽ പരിഗണിക്കുന്ന പ്രധാന പ്ലെയറാണ് ഒസിമാൻ. ചെൽസിയെ കൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആഴ്സണൽ, ബയൺ മ്യൂണിക് എന്നീ ക്ലബ്ബുകളും ഇദ്ദേഹത്തിന് പിറകെ തന്നെയുണ്ട്. ഇദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് എന്നത് വെറും 70 മില്യൺ ആണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വാങ്ങുന്ന ക്ലബിന് അതൊരു വലിയ പ്രോഫിറ്റ് ആയിരിക്കും. മൂന്നാമതായി നമ്മൾ പരിശോധിക്കുന്നത് ജൊനാഥൻ ഡേവിഡിനെയാണ്. ജൊനാഥൻ ഡേവിഡ് ഈ സീസണിൽ 41 മത്സരങ്ങളിൽ നിന്നായി 23 ഗോളും 7 അസിസ്റ്റും നേടിയിരിക്കുന്നു. ഇദ്ദേഹത്തിന് പിറകിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്ലബ്ബുകൾ ടോട്ടൻഹാം, ബ്രൈറ്റൺ, ന്യൂകാസൽ, ബയൺ മ്യൂണിക് എന്നീ ക്ലബ്ബുകളാണ്. നാലാമതായി പരിശോധിക്കുന്നത് ന്യൂകാസലിന്റെ സ്റ്റാർ പ്ലെയറായ അലക്സാണ്ടർ ഇസാക്കിനെയാണ്. അദ്ദേഹം ഈ സീസണിൽ 33 മത്സരങ്ങളിലായി 22 ഗോളും 5 അസിസ്റ്റും നേടിയിരിക്കുന്നു. പ്രീമിയർ ലീഗിലെ സ്റ്റാർ എന്ന നിലയിൽ അദ്ദേഹത്തിന് മാർക്കറ്റ് വില ഇരട്ടിയാകും. അദ്ദേഹത്തിന് പിറകിൽ കാര്യമായി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്ലബ്ബ് എന്നത് ലിവർപൂളാണ്. 150 മില്യന്റെ ഓഫറാണ് ന്യൂകാസലിന്റെ മുന്നിൽ ലിവർപൂൾ വെച്ചിരിക്കുന്നത്. അഞ്ചാമതായി നമ്മൾ പരിശോധിക്കുന്നത് RB ലൈപ്സിഗ് പ്ലെയറായ ബെഞ്ചമിൻ സെസ്കോ ആണ്. ബെഞ്ചമിൻ സെസ്കോ ഈ സീസണിൽ ഓൾ കോമ്പറ്റീഷനിലായി 36 മത്സരങ്ങളിലായി 17 ഗോളും 8 അസിസ്റ്റും നേടിയിരിക്കുന്നു. ഇദ്ദേഹം ആഴ്സണലിന്റെ റഡാറിലുള്ള ഒരു പ്ലെയറാണ്. ആഴ്സണൽ കഴിഞ്ഞ 3 വർഷമായി ഇദ്ദേഹത്തിന് പുറകെ തന്നെയുണ്ട്. കൂടാതെ ചെൽസി, മാൻചെസ്റ്റർ യുണൈറ്റഡ് എന്നീ ക്ലബ്ബുകളും ഇദ്ദേഹത്തിന് പുറകെ തന്നെയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.